നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് മാസത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങളും ചേർത്തുകൊണ്ടുള്ള ഒരു കമ്പൈലേഷൻ വീഡിയോ ആണ്. ഈ ക്ലാസ് എന്ന് പറയുന്നത് PSC ക്ലാസ്സുകൾക്കും UPSCയും SSC എക്സാംസിനും റെയിൽവേ എക്സാംസിനും എല്ലാം വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ക്ലാസ് തന്നെയാണ്. ആരും ക്ലാസ് മിസ് ചെയ്യരുത്, മൊത്തമായി തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ പോകാം. ഒന്നാമത്തെ ചോദ്യം, ഏത് യൂണിയൻ ടെറിട്ടറിയാണ് ഫിലിം പോളിസി 2021 കൊണ്ടുവന്നതെന്നാണ് ചോദ്യം. അപ്പോൾ ഫിലിം പോളിസി 2021 എന്ന് പറയുന്നൊരു പ്രോഗ്രാം പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഏത് കേന്ദ്രഭരണ പ്രദേശമാണെന്നാണ് ചോദ്യം. ഉത്തരം ജമ്മു കാശ്മീരാണ്. അപ്പോൾ ജമ്മു കാശ്മീരാണ് ഫിലിം പോളിസി 2021 കൊണ്ടുവന്നിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക്, അതാണ് PNB. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ MD ആൻഡ് CEO ആയിട്ട് എസ് മല്ലികാർജുന റാവുവിന് എന്ത് ചെയ്തിരിക്കുകയാണ്, 2022 ജനുവരി വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അത് ഓർത്തിരിക്കേണ്ട. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നീന സിംഗ് ഹാസ് ബീൻ ഗിവൺ അഡീഷണൽ ചാർജ് ഓഫ് ജനറൽ ഓഫ് CISF. ഓക്കെ, അപ്പോൾ CISFൻ്റെ അഡീഷണൽ ഡയറക്ടർ ആയിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, നീന സിംഗിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ മൈ പാഡ് മൈ റൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മെൻസ്ട്രൽ ഹൈജീനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ത്രിപുര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പ്രോഗ്രാമാണ് മൈ പാഡ് മൈ റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൈ പാഡ് മൈ റൈറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുള്ളത് ത്രിപുര സർക്കാരാണെന്ന് ഓർത്തിരിക്കുക. അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മാക്സ് വെസ്റ്റപ്പാൻ. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ഒരു MotoGP അല്ലെ നമ്മുടെ ഒരു ഗ്രാൻഡ് പ്രിക്സ് പ്ലെയർ ആണ്. അപ്പോൾ മാക്സ് വെസ്റ്റപ്പാൻ എന്ത് ചെയ്തിരിക്കുകയാണ്, റെഡ് ബുള്ളിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള മാക്സ് വെസ്റ്റപ്പാൻ എന്ത് ചെയ്തിരിക്കുകയാണ്, ഹി ഹാസ് വോൺ ബെൽജിയൻ ഗ്രാൻഡ് പ്രിക്സ് 2021. 2021 ബെൽജിയം ഗ്രാൻഡ് പ്രിക്സ് വിജയ് ആരാണ്, മാക്സ് വെസ്റ്റപ്പാനാണ്. ഇദ്ദേഹം റെഡ് ബുള്ളിനെ റെപ്രസെൻറ്റ് ചെയ്ത് കൊണ്ടുള്ള നെതർലൻഡ്സ് പ്ലെയർ ആണ്, നെതർലൻഡ്സ് റേസറാണ്. ഓക്കെ, അപ്പോൾ ആറാമത്തേതെന്ന് പറയുന്നത് നമ്മളെല്ലാവരും അറിഞ്ഞതാണ് ആവണി ലേഖാര. ഓക്കെ, അപ്പോൾ ആവണി ലേഖാരയും അതേപോലെ ഇപ്പോൾ സുമിത് ആന്തിലും. ഓക്കെ, സുമിത് ആന്തിലും എന്ത് ചെയ്തിരിക്കുകയാണ്, നമ്മുടെ പാരാലിമ്പിക്സിൽ ഗോൾഡ് മെഡൽ വിൻ ചെയ്തിരിക്കുകയാണ്. അത് നമ്മുടെ ആവണി രേഖ വിൻ ചെയ്തിട്ടുള്ള എന്താണ്, നമ്മുടെ ഷൂട്ടിങ്ങിനാണ്. ഓക്കെ, ഷൂട്ടിങ്ങിനാണ് ആവണി രേഖയ്ക്ക് മെഡൽ കിട്ടിയിട്ടുള്ളത്. 10 മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിങ്ങിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആവണി രേഖയ്ക്ക് മെഡൽ കിട്ടിയിട്ടുള്ളത്. ജയ്പൂർ വാസിയാണ്. അതേപോലെ നമ്മുടെ ജാവലിൻ ത്രോയ്ക്ക് വീണ്ടും നമ്മുടെ സുനിൽ ചോപ്രയെ പോലെ തന്നെ ഇപ്പോൾ വീണ്ടും സുമിത് ആന്തിലിന് എന്തിരിക്കുകയാണ്, നമ്മുടെ ജാവലിൻ ത്രോയ്ക്ക് ഗോൾഡ് മെഡൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഭവാനി ബെൻ പാട്ടേൽ, അത് ഇന്നലത്തെ ആയിരുന്നു. ഭവാനി ബെൻ പാട്ടേലിന് എന്തിരിക്കുകയാണ്, നമ്മുടെ സിൽവർ മെഡൽ, ഫസ്റ്റ് സിൽവർ മെഡൽ നമ്മുടെ ഒളിമ്പിക്സിലെ പാരാലിമ്പിക്സിലുള്ള ഫസ്റ്റ് സിൽവർ മെഡൽ ഭവാനി ബെൻ പാട്ടേലിന് ലഭിച്ചിരിക്കുകയാണ്. ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇൻ ഇന്ത്യ നാഷണൽ സ്മോൾ ഇൻഡസ്ട്രി ഡേ. ഓക്കെ, അപ്പോൾ നാഷണൽ ചെറുകിട വ്യവസായ ദിനം എന്നതാണ് ചോദ്യം. നാഷണൽ സ്മോൾ ഇൻഡസ്ട്രി ഡേ എന്നതാണ് ചോദ്യം. ഉത്തരം ഓഗസ്റ്റ് 30. അപ്പോൾ ഓഗസ്റ്റ് 30 നമ്മൾ നാഷണൽ സ്മോൾ ഇൻഡസ്ട്രി ഡേ ആയിട്ട് ആചരിച്ചു വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രി മിനിസ്റ്റർ ആരെന്ന് വെച്ചാൽ മിനിസ്റ്റർ ഓഫ് MSME അല്ലെങ്കിൽ മീഡിയം സ്മോൾ ആൻഡ് എൻ്റർപ്രൈസസിൻ്റെ ഇപ്പോഴത്തെ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ എന്താണ്, നാരായൺ റാണയാണ്. അപ്പോൾ നാരായൺ റാണയാണ് ഇപ്പോഴത്തെ മിനിസ്റ്റർ ഓഫ് MSME എന്ന് ഓർത്തിരിക്കുക. അതുപോലെ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യാസ് എയർ സേഫ്റ്റി റെഗുലേറ്റർ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ DGC ഏതാണ്, ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എന്ത് ചെയ്തിരിക്കുകയാണ്, നമ്മുടെ പുതിയൊരു എയർക്രാഫ്റ്റ് ആയിട്ടുള്ള 737 MAX എയർക്രാഫ്റ്റിന് എന്ത് ചെയ്തിരിക്കുകയാണ്, ഇപ്പോൾ തന്നെ അതിൻ്റെ ഫുൾ വർക്കിംഗ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് അത് പറക്കലിന് വിധേയമാക്കിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിതിൽ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇതാണ് കേട്ടോ, നാഷണൽ സ്മോൾ ഇൻഡസ്ട്രി ഡേ ആണ്. അത് ആചരിക്കുന്നത് ഓഗസ്റ്റ് 30. അതേപോലെ 9ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പഞ്ചാബ് ഗവൺമെൻറ് വിൽ പ്രൊവൈഡ് ഗവൺമെൻറ് ജോബ്. നമ്മളെല്ലാവരും അറിഞ്ഞതായിരിക്കും, ഈ പഞ്ചാബിൽ നടന്ന കർഷക സമരം, ഫാമേഴ്സ് ബില്ല് നടന്നിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ അറിഞ്ഞതാണ്. അതിൽ ഏകദേശം 104 ഫാർമേഴ്സാണ് ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് മരിച്ചത്. ആ മരിച്ച ഫാർമേഴ്സിൻ്റെ കുടുംബത്തിലുള്ളവർക്ക് എന്ത് ചെയ്യാണ്, സർക്കാർ ജോലി കൊടുക്കാനായിട്ട് പഞ്ചാബ് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ്. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. 10ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അജയ് കുമാർ ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ഇപ്പോൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് അജയ് കുമാറിനെയാണ്. അപ്പോൾ അജയ് കുമാറിനെയാണ് ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുവരെ പറഞ്ഞത് നമ്മൾ ഇന്നത്തെ കറണ്ട് അഫെയർ ആണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഒരു മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ആണ് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഹുരുൺ ഗ്ലോബൽസിൻ്റെ മോസ്റ്റ് 500 വാല്യുബിൾ കമ്പനീസിൽ 1ാം സ്ഥാനത്ത് അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ് വാല്യുബിൾ കമ്പനിയായിട്ട്
ഇപ്പോൾ നിലവിലുള്ളത് ഏതാണ്? നമ്മുടെ ആപ്പിളാണ്. അപ്പോൾ ആപ്പിളിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആപ്പിളിനെ പിന്തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ബാക്കിലുള്ള ബാക്കി കമ്പനീസ് എന്ന് പറയുന്നത് 2ാം സ്ഥാനം മൈക്രോസോഫ്റ്റ്, 3 ആമസോൺ, 4 ആൽഫാബെറ്റ്, 5ാം സ്ഥാനം ഫേസ്ബുക്ക്, 6ാം സ്ഥാനം നമ്മുടെ പബ്ജിയൊക്കെ റിലീസ് ചെയ്യുന്ന ടിൻസെൻ്റ് കമ്പനിയാണ്. അപ്പോൾ റിലയൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള റിലയൻസ്, നമ്മുടെ അംബാനിയുടെ റിലയൻസിന് 57ാം സ്ഥാനമാണ് ലോകത്തിലുള്ളത്. ഇതിന് നെറ്റ് വർത്ത് എന്ന് പറയുന്നത് $188 ബില്യൺ ആണ്. അതേസമയം ആപ്പിളിൻ്റെ ഒരു വർഷത്തെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് $2443 ബില്യൺ ആണ്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഡൽഹി ഗവൺമെൻറ് എന്ത് ചെയ്തിരിക്കുകയാണ്? രാജകീയ ബാൽ വിദ്യാലയ അതിനെ ഒരു ഗോൾഡ് മെഡലിസ്റ്റ്, ഒളിമ്പിക് മെഡലിസ്റ്റിൻ്റെ പേരിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്തെന്നാണ് ചോദ്യം? ഉത്തരം രവികുമാർ ദഹിയയാണ്. ഓക്കെ, അപ്പോൾ രാജകീയ ബാൽ വിദ്യാലയ എന്ന് പറയുന്ന സ്കൂളിനെയാണ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്? രവികുമാർ ദഹിയയുടെ പേരിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഓണം എന്ന് പറയുന്നത് എന്താണ്? ഒരു ആനുവൽ ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ് എന്ത്? ഓണം. അതേപോലെ 4ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആർമി ഹാസ് റീനെയിംഡ്. നമ്മുടെ ഇന്ത്യൻ ആർമി എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു സ്കൂളിനെ, നമ്മുടെ ജമ്മു കാശ്മീരിലെ കുപ്വാര എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലെ ഒരു സ്കൂളിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു മാർട്ടിയറായിട്ടുള്ള അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി ജീവദാനം ചെയ്തിട്ടുള്ള ഒരു സോൾജിയറിൻ്റെ പേര് കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൾ ഹമീദ് ചാര എന്നാണ്. ഓക്കെ, അപ്പോൾ 5ാമത്തെ ചോദ്യം ന്യൂബുക്ക് ഡയഗ്നോസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ ന്യൂബർഗ് ഡയഗ്നോസ്റ്റിക്സ് എന്ത് ചെയ്തിരിക്കുകയാണ്? വിച്ച് ക്രിക്കറ്റർ ടു ക്രിയേറ്റ് അവയർനെസ് ഓൺ ഇറ്റ്സ് ഹെൽത്ത് ആൻഡ് വെൽനസ് ക്യാമ്പയിൻ. ഓക്കെ, അപ്പോൾ ന്യൂബർഗ് ഡയഗ്നോസ്റ്റിക്സ് MS ധോണിയാണ് അതിൻ്റെ ഹെൽത്ത് ആൻഡ് വെൽനസിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ളത് MS ധോണിയാണ്. ഓക്കെ, അപ്പോൾ ന്യൂബർഗ് ഡയഗ്നോസ്റ്റിക്സ് ആണ് MS ധോണി അതിൻ്റെ ഹെൽത്ത് ആൻഡ് വെൽനസിൻ്റെ അംബാസഡറായിട്ട് ഇപ്പോൾ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ളത്. 6ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് സ്റ്റേറ്റ് ഹാസ് ടോപ്ഡ് ദ ലിസ്റ്റ് ഓഫ് ഏജ്ഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, ഏറ്റവും കൂടുതൽ വയസ്സായ ആൾക്കാർ ജീവിച്ചിരിക്കുന്ന സ്റ്റേറ്റ് അതാണ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്. ഓക്കെ, ലൈഫ് ക്വാളിറ്റി ഇൻഡെക്സിൽ എൽഡർലി ഇൻഡെക്സിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജീവിച്ചിരിക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് രാജസ്ഥാനാണ്. അത് അവിടുത്തെ ലൈഫ് സ്റ്റൈലും അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം അതിനെ ബാധിച്ചിരിക്കുന്നു. അതേപോലെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫ് വിച്ച് സ്റ്റേറ്റ് ഹാസ് റാങ്ക് നമ്പർ 1 ഇൻ ട്രാൻസ്പെറൻസി ഇൻഡെക്സ് ഓഫ് സെൻറ്റർ ഓഫ് സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ്. സെൻറ്റർ ഓഫ് സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ട്രാൻസ്പെറൻസി 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒഡീഷയാണ്. സെൻറ്റർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സെൻറ്റർ ഓഫ് സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്റ്റേറ്റ് ഏതാണ്? ഒഡീഷയാണ്. അതേപോലെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഹൂ ഈസ് ലൈക്ലി ടു ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ് കോൺഗ്രഷണൽ ഗോൾഡ് മെഡൽ ആൻഡ് വിച്ച് ഈസ് ദ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഇൻ USA. ഓക്കെ, അപ്പോൾ അമേരിക്കയിലെ ഏറ്റവും ഉള്ള മികച്ച അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സിവിലിയൻ അവാർഡ് ലഭിക്കുന്ന ഇന്ത്യൻ വ്യക്തി എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ മഹാത്മാഗാന്ധിയാണ്. 8ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് കൺട്രി ഹാസ് ഇൻട്രൊഡ്യൂസ് ഈ എമർജൻസി എക്സ് വിസ. അഫ്ഗാൻ നാഷണൽസിന് വേണ്ടി ഈ എമർജൻസി എക്സ് വിസ എന്ന് പറയുന്ന വിസയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ത്യ ഗവൺമെൻറ്റാണ്. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത്. 9ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഉത്തർപ്രദേശിലെ ഫോർമർ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള കല്യാൺ സിംഗ് മരിച്ചുപോയി. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ ബാബറി മസ്ജിദ് ഡിമോളിഷൻ സമയത്ത് ഒക്കെ നമ്മുടെ UP-യുടെ മുഖ്യമന്ത്രിയായിരുന്നു ഇദ്ദേഹം. മാത്രമല്ല രാജസ്ഥാൻ്റെയും ഹിമാചൽ പ്രദേശിൻ്റെയും ഫോർമർ ഗവർണറുമായിരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ നിർമ്മല സീതാറാം ഉബർത്തെ സിതാര ഫണ്ട് എന്ന് പറയുന്നൊരു ഫണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ എക്സിം ബാങ്കിൻ്റെയും സിഡ്ബിയുടെയും സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഉബർത്തെ സിതാര ഫണ്ട് എന്ന് പറയുന്ന പ്രോഗ്രാം നിർമ്മല സീതാറാം കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ SBI എന്ത് ചെയ്തിരിക്കുകയാണ്? ജമ്മു കാശ്മീരിൽ ഒരു ഫ്ലോട്ടിംഗ് ATM കൊണ്ടുവന്നിരിക്കുകയാണ്. ഓക്കെ, അടുത്ത 11ാമത്തേതെന്ന് പറയുന്നത് മണിപ്പൂരിലെ പുതിയ ഗവർണറായിട്ട് അപ്പോയിൻ്റ് ചെയ്തിരിക്കുകയാണ് ലാ ഗണേശനെ. അതേപോലെ സൈർ അൽ ബഹാർ എന്ന് പറയുന്നത് ഇന്ത്യൻ നേവിയും ഖത്തറും ചേർന്നുകൊണ്ടുള്ള ഒരു നേവൽ എക്സസൈസാണ് സൈർ അൽ ബഹാർ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. ഖത്തറിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ദോഹയാണ്, കറൻസി എന്ന് പറയുന്നത് റിയാലാണ്. അതേപോലെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഷെയ്ഖ് ഖിലാദ് ബിൽ ഖലീഫയാണ് അവിടുത്തെ ഷെയ്ഖ് എന്ന് പറയുന്നത്. പിന്നെ വേൾഡ് എക്കണോമിക് ഫോറം അതിൻ്റെ ആനുവൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇമ്പാക്റ്റ് റിപ്പോർട്ട് ഓഫ് 2021 കൊണ്ടുവന്നിരിക്കുകയാണ്. അതനുസരിച്ച് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന 2021 അതിൻ്റെ സമ്മിറ്റ് നടക്കാൻ പോകുന്നത് സ്വിറ്റ്സർലൻഡിൽ വെച്ചാണ്. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ആനുവൽ ഡെവലപ്മെൻറ്റിൻ്റെ ഇമ്പാക്റ്റ് സമ്മിറ്റ് 2021 നടക്കാൻ പോകുന്നത് എവിടെയാണ്? സ്വിറ്റ്സർലൻഡിൽ വെച്ചാണ്. അതേപോലെ സ്വീഡനിലെ ഒരു
എന്താണ് ഒരു സ്റ്റീൽ പ്ലാന്റ് കമ്പനിയുടെ പേരാണ് ഹൈബ്രിഡ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? കോൾ ഉപയോഗിക്കാതെ അല്ലെങ്കിൽ കൽക്കരി ഉപയോഗിക്കാതെ ആദ്യമായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ടാക്കിയിരിക്കുകയാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അവർ ഹൈഡ്രജൻ ബ്രേക്ക് ഡൗൺ ത്രൂ അയൺ മേക്കിംഗ് ടെക്നോളജി എന്ന് പറയുന്ന പുതിയൊരു സാങ്കേതിക വിദ്യയോടുകൂടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ സ്റ്റീൽ ഉൽപ്പാദനം നടത്തി വരുന്നത്. സ്റ്റോക്ക്ഹോമാണ് സ്വീഡൻ്റെ ക്യാപിറ്റൽ, ക്രോണയാണ് അവിടുത്തെ കറൻസി. ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആരാണ്? സ്റ്റെഫാൻ ലോഫൻ ആണ്. ഇതാണ് ആ ഒരു കമ്പനി എന്ന് പറയുന്നത്. കമ്പനിയുടെ പ്രത്യേകത എന്താണ്? ഫോസിൽ ഫ്രീ ആയിട്ടുള്ള സ്റ്റീൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞത് വേൾഡ് വാട്ടർ വീക്ക് എന്നാണ്. 23 മുതൽ 27 ഓഗസ്റ്റ് വരെയാണ് വേൾഡ് വാട്ടർ വീക്കായിട്ട് നമ്മൾ ആചരിക്കുന്നത്. പിന്നെ 16ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫസ്റ്റ് വിമൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആരെന്നാണ് ചോദ്യം. ബി വി നഗർത്തനയാണ്. ഓക്കെ, നഗർത്തനയാണ് എന്ത് ഫസ്റ്റ് വിമൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആരാണ്? ബി വി നഗർത്തനയാണെന്ന് ഓർത്തിരിക്കുക. അതേപോലെ ഫസ്റ്റ് വുമൻ ചീഫ് ജസ്റ്റിസ് ഓഫ് പാകിസ്ഥാൻ ആരാണ്? ഐഷ മാലിക്കാണ്. ഫസ്റ്റ് വിമൻ ചീഫ് ജസ്റ്റിസ് ഓഫ് പാകിസ്ഥാൻ ആരാണ്? ഐഷ മാലിക്കാണ്. അതേപോലെ ഹിഗേന്ത്യ ഹിചാൽമ ഹാസ് വോൺ ദ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഓഫ് വിച്ച് കൺട്രി? അപ്പോൾ ഹിഗേന്ദ ഹിചാൽമയെ ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് ചോദ്യം. ഉത്തരം സാംബിയാണ്. സാംബിയയുടെ പുതിയ പ്രസിഡൻ്റാണ് ഹിഗേന്ദ ഹിചാൽമ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ നമ്മുടെ ഈ സാംബിയയുടെ ക്യാപിറ്റൽ ഏതാണ്? ലുസാക്കയാണ്. കറൻസി എന്ന് പറയുന്നത് സാംബിയൻ കവാച്ചയാണ്. ഓക്കെ, അടുത്ത ടാറ്റ മോട്ടോഴ്സും ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയും കൂടി ചേർന്നുകൊണ്ട് മഹാ സൂപ്പർ കാർ ലോൺ സ്കീം കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഒരു ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ CEO എന്ന് പറയുന്നത് ശ്രീ AS രാജീവാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ടെലിവിഷൻ മോണിറ്ററിംഗ് ഏജൻസി ആയിട്ടുള്ള ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? നകുൽ ചോപ്രയെ അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ പത്മശ്രീ അവാർഡ് വിന്നറും അതേപോലെ ദ്രോണാചാര്യ അവാർഡ് വിന്നറുമായിട്ടുള്ള OM നമ്പ്യാർ എന്ത് ചെയ്തിരിക്കുകയാണ്? PT ഉഷയുടെ കോച്ചായിട്ടുള്ള OM നമ്പ്യാർ എന്ന് പറയുന്ന കോച്ച് മരിച്ചുപോയായിട്ട് നമ്മൾ അറിഞ്ഞതാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സേഫസ്റ്റ് സിറ്റി ഇൻഡെക്സിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് കോപ്പൻഹാഗനാണ്. അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ന്യൂഡൽഹിയും മുംബൈയുമാണ് ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത്. സേഫസ്റ്റ് സിറ്റിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ആരൊക്കെയാണ്? ന്യൂഡൽഹിയും മുംബൈയുമാണ്. കോപ്പൻഹാഗൻ, ടൊറാൻഡോ, സിംഗപ്പൂർ, സിഡ്നി, ടോക്കിയോ എന്നീ നഗരങ്ങളാണ് സേഫസ്റ്റ് സിറ്റീസിൽ ഒന്നാമത് നിൽക്കുന്ന സിറ്റീസ് എന്ന് പറയുന്നത്. അടുത്ത ഓപ്പറേഷൻ ദേവിശക്തി എന്തെന്നാണ്? മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് കൊണ്ടുവന്ന അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ദേവിശക്തി എന്ന് പറയുന്നത്. അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള അവരുടെ ഒരു നീക്കമാണ് ഓപ്പറേഷൻ ദേവിശക്തി. അടുത്തെന്ന് പറയുന്നത് വാഞ്ചുവ ഫെസ്റ്റിവൽ. അസാമിലെ കൊയ്ത്തുത്സവമാണ് വാഞ്ചുവ ഫെസ്റ്റിവൽ എന്ന് ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അവിടുത്തെ തിവ എന്ന് പറയുന്ന ട്രൈബ്സ്മാനാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു വാഞ്ചുവ ഫെസ്റ്റിവൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ IIT മദ്രാസ് എന്ത് ചെയ്തിരിക്കുകയാണ്? പുതിയൊരു വീൽ ചെയർ, അതിൻ്റെ പേരാണ് നിയോ ബോൾട്ട് എന്നാണ് അതിൻ്റെ പേര്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? റോഡിലൂടെയും അതേപോലെ ഓഫ് റോഡായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? 25 കിലോമീറ്റർ സ്പീഡിൽ ഈ ഒരു വാഹനത്തിന് പോകാനായിട്ട് സാധിക്കും. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് അഭയ് കുമാർ സിംഗിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അഭയ് കുമാർ സിംഗിനെയാണ് മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ മിഷൻ ഡോമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? മിഷൻ ഡോമിനേഷൻ അൺഫിനിഷ്ഡ് ക്വസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ബോറിയ മസൂംദാറും കുഷാൻ ശങ്കറും കൂടി എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് മിഷൻ ഡോമിനേഷൻ എ അൺഫിനിഷ്ഡ് ക്വസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മിഷൻ ഡോമിനേഷൻ ആൻഡ് അൺഫിനിഷ്ഡ് ക്വസ്റ്റ് എന്ന് പറയുന്നത് ബോറിയ മസൂംദാറും കുഷാൻ സർക്കാരും കൂടി എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണെന്ന് ഓർത്തിരിക്കുക. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ദ ബുക്ക് ടൈറ്റിൽ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് അഡ്രസ് ബുക്ക് എ പബ്ലിഷിംഗ് മെമ്മയർ അറ്റ് ദ ടൈം ഓഫ് കോവിഡ്. ഈ ഒരു പുസ്തകം ഇത് ഋതു മേനോനാണ്. ഋതു മേനോൻ ഒരു ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഫെമിനിസ്റ്റ് പ്രസ്സായിട്ടുള്ള കലി ഫോർ വിമൻ എന്ന് പറയുന്നതിൻ്റെ ഓണറാണ്, കോ-ഫൗണ്ടറാണ് ഋതു മേനോൻ. ഇവരുടെ പുസ്തകത്തിൻ്റെ പേരാണ് അഡ്രസ് ബുക്ക് എ പബ്ലിഷിംഗ് മെമ്മയർ അറ്റ് ദ ടൈം ഓഫ് കോവിഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതേസമയം വേറൊരു പുസ്തകമാണ് ബാറ്റിൽ ഫീൽഡ്. ഈ പുസ്തകം എഴുതിയത് ആരാണ്? ബാറ്റിൽ ഫീൽഡ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് നമ്മുടെ വിശ്രം ബേദ്കറിൻ്റെ പുസ്തകമാണ് ബാറ്റിൽ ഫീൽഡ്. ഇത് യഥാർത്ഥത്തിലൊരു മറാത്തി പുസ്തകമായിട്ടുള്ള രണാങ്കൺ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ റീമേക്കാണ് ബാറ്റിൽ ഫീൽഡ് എന്ന് പറയുന്ന പുസ്തകം. അടുത്ത നിർമ്മല സീതാറാം എന്ത് ചെയ്തിരിക്കുകയാണ്? നാഷണൽ മോണിറ്റൈസേഷൻ മിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരുപാട് നമ്മുടെ സർക്കാരിൻ്റെ കീഴിലുള്ള ഒരുപാട് വേസ്റ്റ് സ്ഥലങ്ങളെല്ലാം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിർമ്മല സീതാറാം നാഷണൽ മോണിറ്റൈസേഷൻ മിഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ നമ്മുടെ 2022 GDP എന്ന് പറയുന്നത് 6.0 lakh ക്രോറായി ഉയരുമെന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.
അതേപോലെ നമ്മുടെ പാരാലിമ്പിക്സിൻ്റെ ഫ്ലാഗ് ബെയറർ ആരെന്നാണ് ചോദ്യം. ഉത്തരം തേക്ക് ചന്ദാണ്. അപ്പോൾ തേക്ക് ചന്ദാണ് ഇപ്പോഴത്തെ നമ്മുടെ പാരാലിമ്പിക്സിൻ്റെ ഫ്ലാഗ് ബെയറർ ആയിരുന്നത്. മാരിയപ്പൻ തങ്കവേലുവിനായിരുന്നു ആദ്യം ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ കോവിഡ് കാരണം അദ്ദേഹത്തിനെ ആ ഒരു പൊസിഷനിൽ നിന്ന് മാറ്റുകയായിരുന്നു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്. വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് എ ബിൽ ഇൻ അസംബ്ലി ഫോർ പ്രപ്പോസിങ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നവർക്ക് 10 വർഷം ജയിൽ ശിക്ഷ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഹരിയാന സർക്കാരാണ്. അതേപോലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ പുതിയ അവരുടെ അഡ്വൈസറി നമ്മുടെ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഫ്രോഡ്സിൻ്റെ ചെയർമാനായിട്ട് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ളത് TM ബാസിനെയാണ്. അതേപോലെ ഈ വെഹിക്കിൾ ഫ്രണ്ട്ലി ഹൈവേ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഡൽഹി ടു ചണ്ഡീഗഡ് ഹൈവേ ആണ്. ഫസ്റ്റ് ഈ വെഹിക്കിൾ ഫ്രണ്ട്ലി ഹൈവേ എന്ന് പറയുന്നത് ഏതാണ്? ഡൽഹി ടു ചണ്ഡീഗഡ് ഹൈവേ ആണ്. അടുത്തെന്ന് പറയുന്നത് ആമസോൺ അലക്സ പുതിയ സൗണ്ട് ആരുടെ ആയിരുന്നു ഓപ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് ചോദ്യം. ഉത്തരം അമിതാഭ് ബച്ചൻ്റെ സൗണ്ടാണ്. അടുത്തെന്ന് പറയുന്നത് കർഖാന്തർ എന്ന് പറയുന്ന പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ആർട്ടിസൻസ് അല്ലെങ്കിൽ ഏത് യൂണിയൻ ടെറിട്ടറിയിലെ ആൾക്കാർക്ക് വേണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും അവിടുത്തെ കരകൗശല ജോലി ചെയ്യുന്നവർക്കും തൊഴിലാളികൾക്കും വേണ്ടിയിട്ടാണ് കർഖാന്തർ എന്ന് പറയുന്ന പ്രോജക്റ്റ് എന്നാണ് ചോദ്യം. ഉത്തരം ജമ്മു കാശ്മീരാണ്. അതേപോലെ ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ എന്ത് ചെയ്തിരിക്കുകയാണ്? ഫസ്റ്റ് DNA വാക്സിൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് സൈക്കോവ്ഡി വാക്സിൻ എന്ന് പറയുന്നത്. സൈക്കോവ്ഡിയിലെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കപിൽ ശർമ്മയുടെ പുസ്തകം, ഒരു പുസ്തകത്തിൻ്റെ പേരും കപിൽ ശർമ്മ സ്റ്റോറി. ഈ പുസ്തകം എഴുതാരാണ്? അജിതാഭ ബോസാണ്. അജിതാഭ ബോസിൻ്റെ പുസ്തകമാണ് ദ കപിൽ ശർമ്മ സ്റ്റോറി എന്ന് പറയുന്നത്. അതേപോലെ സൂറൈ പൊറട്ട്, നമ്മുടെ സൂര്യയുടെ സൂറൈ പൊറട്ടിന് എന്ത് ചെയ്യുകയാണ്? ഫിലിം അവാർഡ് കിട്ടിയിട്ടിരിക്കുകയാണ്. എന്താണ് ഫിലിം അവാർഡിൻ്റെ പേരെന്താണ്? മൂവി ഹാസ് വോൺ ദ ബെസ്റ്റ് ഫീച്ചർ ഫിലിം അറ്റ് ദ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ. ഓക്കെ, മെൽബണിൽ വെച്ച് നടന്നിട്ടുള്ള ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിലാണ് സൂര്യയുടെ സൂറൈ പൊറട്ട് എന്ന് പറയുന്ന സിനിമയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ബെസ്റ്റ് ആക്ടർ സൂര്യ തന്നെയാണ്, ബെസ്റ്റ് ആക്ട്രസ് വിദ്യാ ബാലനാണ്. ലോക സംസ്കൃത ദിനം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 22. അതേപോലെ മലേറിയക്കെതിരായിട്ട് എവറി സൺഡേ 10 AM ഫോർ 10 മിനിറ്റ് ക്യാമ്പയിൻ പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഗ്രേറ്റർ ഹൈദരാബാദാണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കാസിന്ദ് 21 എന്ന് പറയുന്നൊരു ജോയിൻ്റ് ഇൻഡോ കസാക്കിസ്ഥാൻ ട്രെയിനിങ് ആണ് കാസിന്ദ് 2021 എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ളതാണ് കാസിന്ദ് 21 എന്ന് ഓർത്തിരിക്കുക? ഇന്ത്യയും കസാക്കിസ്ഥാനുമാണ്. അതേപോലെ മിനിസ്ട്രി ഓഫ് ജൽശക്തി എന്ത് ചെയ്തിരിക്കുകയാണ്? സുജലം എന്ന് പറയുന്നൊരു പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? തുറസായ സ്ഥലത്തുള്ള മലമൂത്ര വിസർജനം പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് മിഷൻ സുജലൻ എന്ന് പറയുന്നൊരു പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കിയത് എന്തായിരുന്നു? പാലുൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം നേരത്തെ ഗുജറാത്തായിരുന്നു, ഇപ്പോൾ ഏതാണ്? നമ്മുടെ ഉത്തർപ്രദേശാണ്. പിന്നെ ആദ്യത്തെ ആയുഷ് യൂണിവേഴ്സിറ്റി വരാൻ പോകുന്നത് ഗോരഖ്പൂരിലാണ്. അതേപോലെ ഹരീഷ് പർവതനേമി ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് നെക്സ്റ്റ് ബ്രാൻഡ് അംബാസഡർ ടു ജർമ്മനിയിലെ അടുത്ത ബ്രാൻഡ് അംബാസഡറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് ഹരീഷ് പർവതനേമി. അതേപോലെ നമ്മുടെ US-ലെ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് കമ്പനിയിലേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? ഇന്ത്യയിലെ ഒരു റിന്യൂവബിൾ കമ്പനി പോയിരിക്കുകയാണ്. ഏതാണ് ആ കമ്പനി എന്നാണ് ചോദ്യം. ഉത്തരം റിന്യൂ പവർ എന്നാണ് ആ ഒരു കമ്പനിയുടെ പേര്. പിന്നെ നമ്മൾ പറഞ്ഞത് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തിയേറ്റർ അതെവിടെയാണ്? ലഡാക്കിലാണ്. പിന്നെ സ്ലേവ് ട്രേഡ് ആൻഡ് അബോളിഷൻ ഒബ്സർവേഷൻ ഡേ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 23. സ്ലേവ് ട്രേഡ് ആൻഡ് ഇറ്റ്സ് അബോളിഷൻ ഡേ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 23. പിന്നെ 2021 ഗ്ലോബൽ മാനുഫാക്ചറിങ് റിസ്ക് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 2ാം സ്ഥാനമാണ്. ഓക്കെ, ഗ്ലോബൽ മാനുഫാക്ചറിങ് റിസ്ക് ഇൻഡെക്സിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു? ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു, ആക്സിലറേറ്റിംഗ് ദ 7 years ഓഫ് മോദി ഗവൺമെൻറ്. ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് KJ അൽഫോൺസ് ആണ്. അതേപോലെ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ പുതിയ CEO ആയിട്ട് കോറൽ ഫുട്ടാഡോയെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. നീതി ആയോഗ് എന്ത് ചെയ്തിരിക്കുകയാണ്? നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളുടെ കുറച്ചും കൂടി ഡെവലപ്മെൻറ്റിന് വേണ്ടി അവരുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു പുതിയ റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സുസ്ഥിര വികസനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ടിലാണ്. അപ്പോൾ ഇതനുസരിച്ച് എന്താണ്? 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഈസ്റ്റ് സിക്കിമാണ്. ബാക്കിൽ ഏതൊക്കെയുണ്ട്? ഗോമതി, ത്രിപുരയിലെ ഗോമതി, പിന്നെ 3rd റാങ്കിൽ വെസ്റ്റ് ത്രിപുര എന്നീ സംസ്ഥാനങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയറിനകത്ത് വരുന്ന ഒരു 55 ക്വസ്റ്റ്യൻസ് ആണ്. 55 ഇതിന് മുന്നേ ഞാൻ 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 60 ക്വസ്റ്റ്യനാണ് എല്ലാം കൂടി ഡിസ്കസ് ചെയ്തത്. ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയതുകൊണ്ട് നിങ്ങളാരും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുള്ള പോർഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ ഒന്ന് പൗസ് ചെയ്തതിന് ശേഷം കണ്ടാൽ മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക? ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് തീർച്ചയായും എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് നാളെ തന്നെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.